രാവിലെ മുതൽ ഫുട്ബോൾ ടീം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചെക്കന്മാരെല്ലാവരും രാവിലെ തന്നെ സെന്റ് ജോൺസ് ഗ്രൗണ്ടിൽ പ്രസന്റ് ആണ്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ രജിസ്ട്രേഷൻ ആണ്. കളി തുടങ്ങുമ്പോൾ എന്തായാലും ഒരു 9 മണിയാവും, അത് ഉറപ്പാണ്. പന്ത് കളിക്കാനുള്ള മച്ചാമാര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പൊസിഷനിൽ നിന്ന് കളിക്കണമെന്ന് പറ്റുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. രാവിലെ തന്നെ ചെക്കന്മാരെല്ലാവരും ഗ്രൗണ്ടിൽ പ്രസന്റ് ആയാലും ജേഴ്സി കൊണ്ടുവരാന്ന് പറഞ്ഞ മച്ചാൻ മാത്രം ഗ്രൗണ്ടിൽ ഇതുവരായിട്ടും പ്രസന്റ് ആയിട്ടില്ല. അതാണ് ആകപ്പാടെയുള്ള ഒരു സീൻ. രണ്ടാമത്തെ കളിയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കളിയുടെ ഹാഫ് ആകുമ്പോഴും ജേഴ്സി ഇട്ട് തുടങ്ങിയാലാണ് സെക്കൻഡ് കളിയിൽ നമുക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുള്ളൂ. ജേഴ്സി ഇട്ട് കഴിഞ്ഞിട്ടുള്ള വാമപ്പിന്റെ കേസോടെ പരിഗണിച്ചാണ് ടീം പൂളൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങളീ കാണുന്നത്. രാവിലെ ഒരു 8:30 ആയപ്പോൾ തന്നെ പൂളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഒന്നാം കളിയുടെ ഹാഫ് ആയപ്പോഴത്തേനും ജേഴ്സി കൊണ്ടുവരാന്ന് പറഞ്ഞ മച്ചാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ശേഷം അവനെ വിളിച്ചു വരുത്തേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ചെക്കന്മാര് ജേഴ്സി ഇടുന്ന അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. മച്ചാന്മാര് ജേഴ്സി മാറുന്ന സമയത്ത് വീഡിയോ എടുത്താൽ കൂടുതൽ പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പോയിട്ടില്ല. സ്കൂൾ ടീമിന്റെ സെലക്ഷന്റെ ഡേറ്റിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കളിയിൽ ഇറങ്ങാത്തത്. സെലക്ഷന്റെ അന്ന് പനിയായി പോയി, അല്ലെങ്കിൽ നമ്മളൊന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങിനെ. ജേഴ്സി കിട്ടി കഴിഞ്ഞ് മച്ചന്മാരുടെ കൂടെ ഇറങ്ങി വന്ന അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. ഇന്നെന്തായാലും ഞങ്ങളുടെ കളിയുടെ ടൈം ആകുമ്പോൾ കറക്റ്റായിട്ട് മഴ പെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുള്ള എല്ലാ സാധ്യതയും മാനത്തുണ്ട്. ഫസ്റ്റ് കളിയിലെ സെക്കൻഡ് ഹാഫ് കുറച്ചായാലും ഇപ്പൊ ഇറങ്ങിയാലാണ് ഇവന്മാര് സ്പ്രിന്റ് ചെയ്ത് സെറ്റ് ആവുള്ളൂ. കളിക്കാൻ ഇറങ്ങുമ്പോൾ ഏത് എക്സസൈസ് ചെയ്തില്ലെങ്കിലും സ്പ്രിന്റ് മാത്രം ചെയ്യണേ. ഓട്ടമാണ് മെയിൻ ഉദ്ദേശം. ഈ ഗോൾ പോസ്റ്റിന്റെ അടുത്തൂടെ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും പണ്ട് 10ാം ക്ലാസ്സിൽ ഗോളിയായിട്ട് നിൽക്കുമ്പോഴുള്ള അവസ്ഥയാണ്. ഇപ്പൊ കണ്ണിന് പവർ കുറവായതുകൊണ്ട് കണ്ണാടി വെച്ചോണ്ടാണ് നടപ്പ്. അതുകൊണ്ട് കളിക്കണ കാര്യം ഓർക്കേ വേണ്ട. ഫുട്ബോളിന്റെ ഒക്കെ മാച്ചിന് വന്നാലും ഫുട്ബോൾ വെറുതെ കളിക്കാൻ വന്നാലും കളിക്കാൻ ഇറങ്ങിയില്ലെങ്കിലും നമ്മൾ വെറുതെ പന്ത് കെട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ആദ്യത്തെ മാച്ച് തുടങ്ങിയപ്പോഴേ മഴ തുടങ്ങി. നമ്മുടെ കളി ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു മഴ പെയ്യാനായിട്ട്. അതേ ഒരു സിറ്റുവേഷൻ ആണ്. മഴ തുടങ്ങിയപ്പോഴേ ഗ്രൗണ്ടിന്റെ സൈഡിലായിരുന്നു ഞാൻ സ്കൂളിന്റെ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. സാറ് ഗ്രൗണ്ടിൽ നിന്ന് കയറിയൊന്നും അറിയത്തില്ല. ആ ഒരു ഒറ്റ മഴയും കൊണ്ട് തന്നെ ഗ്രൗണ്ട് മൊത്തം വെള്ളമായിട്ടുണ്ട്. മഴ പെയ്ത് ഗ്രൗണ്ടിൽ മൊത്തം വെള്ളം കയറി കിടക്കുമായതുകൊണ്ട് പന്തിനെ അടിച്ചാൽ പോകത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മഴ കാരണം ഞാൻ മാത്രമല്ല പകുതി മച്ചന്മാരുടെ സൈഡിൽ നിൽപ്പുണ്ട്. മഴയത്താണേലും കളിച്ച് ഗ്രൗണ്ടിലാകപ്പാടെ കണ്ടകളി ആയിട്ടുണ്ട്. അതാണ് അവസ്ഥ. ആ കളി മുഴുവൻ ടൈമിലും ഞാൻ ഈ സൈഡിൽ തന്നെയായിരുന്നു നിൽപ്പ്. ഒന്നാമത്തെ കളി നമ്മൾ തന്നെ പിടിച്ചിട്ടുണ്ട്. ഈ കളി കഴിഞ്ഞിട്ട് 2-3 കളിയോടെ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത് നമ്മുടെ കളി വരുന്നത്. ഇത് കാണുന്ന മച്ചന്മാരൊക്കെ നമ്മുടെ കുട്ടി ഫോളോവേഴ്സ് ആണ്. അടുത്തൊരു കളി ഇനി ഉടനെ തന്നെ ഉണ്ടാവത്തില്ല. 2 കളി കഴിഞ്ഞിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും കാണാം.